വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. എൻ്റെ പേര് ശരണ്യ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ദ റിവോൾട്ട് ഓഫ് 1857 എന്നുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുമായിട്ട് ബേസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു എക്സാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗം കവർ ചെയ്യാതെ ഈ ഒരു എക്സാമും കടന്നു പോകുന്നില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ 1857 റിവോൾട്ട് എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോൾ എന്താണ് ഓർമ്മ വരിക? അതെ, നമ്മൾ ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വന്നിട്ടുള്ള ആദ്യത്തെ റിവോൾട്ട്, അതായത് സംഘടിതമായിട്ടുള്ളൊരു കലാപമാണ് ഏത്? 1857 റിവോൾട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്നതും ഏതാണ്? ഈ ഒരു 1857 റിവോൾട്ട് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ റിവോൾട്ട് ഓഫ് 1857 വാസ് സ്റ്റാർട്ടഡ് അറ്റ്. എവിടെയാണ് 1857 കലാപം ആദ്യം തന്നെ പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എവിടെയാണ്? നിങ്ങളൊന്ന് നോക്കിയാൽ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലേതാണ് ആദ്യത്തായിട്ട് നമുക്ക് ഏത് ഭാഗത്താണ്, ഏത് സ്ഥലത്താണ് 1857 റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടതെന്നുള്ളതൊന്ന് നോക്കിയേ. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 4 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എ ബംഗാൾ, ബി കാൺപൂർ, സി ലക്നൗ ആൻഡ് ഡി മീററ്റ്. ഏതാണ് ആൻസർ വരുന്നത്? അതെ, ആൻസർ വരുന്നത് മീററ്റ് ആണ് ആൻസർ വരുന്നത് അല്ലേ. അപ്പം 1857 കലാപം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതാ ഉത്തരം പറയാം? അതെ, ഓപ്ഷൻ ഡി ആണ്, മീററ്റിലാണ് ആദ്യം തന്നെ പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഹൂ വാസ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് 1857 മ്യൂട്ടിനി? 1857 കലാപത്തിലെ ആ ഒരു സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരാണെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ലോർഡ് ഡെൽഹൌസി ഉണ്ട്, ലോർഡ് ഡഫ്രിൻ ഉണ്ട്, ലോർഡ് കാനിങ് ഉണ്ട്, അതുപോലെ തന്നെ ലോർഡ് റിപ്പൺ ഉണ്ട്. ഈ ഒരു 4 ഓപ്ഷനിൽ ഏതാണ് ആൻസർ വരുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഏതാണ് ആൻസർ. അതെ, ലോർഡ് കാനിങ് ആണ് ആൻസർ വരുന്നത്. ഇന്ത്യയിൽ 1857 കലാപം നടക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ ആയിട്ടുള്ള ആരാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാ ആൻസർ പറയാം? ലോർഡ് കാനിങ് ആണ് ആൻസർ പറയേണ്ടത് കേട്ടോ. അപ്പോൾ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതാണ് 1857 ആ ഒരു സമയത്ത് ഏത് സ്ഥലത്താണ് 1857 റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ വരുന്നത് മീററ്റ് ആണ്. അതുപോലെ തന്നെ ആ സമയത്ത് ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാ ആൻസർ വരിക? ലോർഡ് കാനിങ് ആയിരുന്നു. അപ്പോൾ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1857 റിവോൾട്ടിലേക്ക് നയിച്ചിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. സോഷ്യൽ ആയിട്ടുണ്ട്, എക്കണോമിക് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ റിലീജിയസ് പരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ എന്തുണ്ട് 1857 റിവോൾട്ടിലേക്ക് നയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അത്രയും കാലത്തിന് മുന്നേ ബ്രിട്ടീഷ് ഭരണം അല്ലേ നമ്മളെ വല്ലാണ്ട് കുടുക്കിയിട്ടുള്ള ഒരു ഭരണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന നാൾ ആ ഒരു സമയം വരെ നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്തിലേക്ക് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പം ആദ്യമായിട്ട് നമുക്കൊരു കലാപം വന്നത്, ബ്രിട്ടീഷുകാർക്കെതിരെ വന്നത് ഏതാണ്? ഈ ഒരു 1857 റിവോൾട്ടാണ്. അപ്പോൾ ഇതിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ റീസൺസ്, അതുപോലെ തന്നെ ഏതൊക്കെ നേതാക്കളാണ് ആ ഒരു സമയത്ത് 1857 റിവോൾട്ടിലേക്ക് വന്നിട്ടുള്ളത്, അതുപോലെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്, ഇത് നല്ലൊരു രീതിക്ക് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ വന്നിട്ടുണ്ടോ ഇല്ലയോ, അതുപോലെ തന്നെ ഈ ഒരു കലാപം വിജയിച്ചിട്ടുണ്ടോ ഇല്ലേ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കലാപത്തിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. ദ റിവോൾട്ട് ഓഫ് 1857. അപ്പം റിവോൾട്ട് ഓഫ് 1857 നമ്മൾ പറയുമ്പോൾ തന്നെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസും ബ്രിട്ടീഷേഴ്സും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഈ ഒരു 1857 റിവോൾട്ടിനെ പല പേരുകളിൽ പറയുന്നുണ്ട്. നമുക്ക് ചില എക്സാമുകളിൽ എടുത്ത് നോക്കുമ്പോൾ കാണാം ഈ 1857 റിവോൾട്ടിനെ പറയുന്ന പേരുകൾ ഏതെല്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പം ചിലപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും, ആ ഒരു പേര് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും വരാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുള്ള പേരെന്താണെന്ന് നമുക്ക് നോക്കാം.
ദ സിപ്പായി മ്യൂട്ടിനി എന്നാണ് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് 1857 റിവോൾട്ടിനെ വിളിച്ചിരുന്നത്. എന്താണ്? ദ സിപ്പായി മ്യൂട്ടിനി എന്നാണ് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് 1857 റിവോൾട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സിപ്പായി മ്യൂട്ടിനി എന്ന് പറയുന്നത് എന്താണ്? ശിപ്പായി ലഹള. ശിപ്പായി ലഹള എന്നാണ് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുള്ളത് ദ ഇന്ത്യൻ മ്യൂട്ടിനി അല്ലെങ്കിൽ ദ ഗ്രേറ്റ് റെബല്യൻ എന്നാണ് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് എന്തിനെ പറഞ്ഞിട്ടുള്ളത്? 1857 റിവോൾട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ദ ഇന്ത്യൻ മ്യൂട്ടിനി അല്ലെങ്കിൽ ദ ഗ്രേറ്റ് റെബല്യൻ എന്നാണ് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് എന്തിനെ പറഞ്ഞിട്ടുള്ളത്? 1857 റിവോൾട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വി ഡി സവർക്കർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ദ റിവോൾട്ട് ഓഫ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ദ റിവോൾട്ട് ഓഫ് 1857 ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? വി ഡി സവർക്കർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 1857 റിവോൾട്ടിനെ അല്ലെങ്കിൽ 1857 കലാപത്തെ 3 പേര്, അതായത് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസും പറഞ്ഞിട്ടുള്ള പേരുകൾ നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ ഹിസ്റ്റോറിയൻസും എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വി ഡി സവർക്കറും 1857 റിവോൾട്ടിനെ വിളിച്ചിരുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് പറഞ്ഞത് ദ സിപ്പായി മ്യൂട്ടിനി അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുള്ളത് ദ ഇന്ത്യൻ മ്യൂട്ടിനി അല്ലെങ്കിൽ ദ ഗ്രേറ്റ് റെബല്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വി ഡി സവർക്കർ പറഞ്ഞിട്ടുള്ളത് ദ റിവോൾട്ട് ഓഫ് 1857 ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 പേരുകൾ നമുക്ക് എല്ലാ എക്സാമിനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1857 റിവോൾട്ട് എന്നുള്ള ഒരു ഏരിയ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് എന്താണ് 1857 റിവോൾട്ടിനെ വിളിച്ചിരുന്നത്, അതുപോലെ തന്നെ നേതാക്കൾ ആരൊക്കെയാണ്, അവരുടെ ഭരിച്ചിരുന്ന ആ ഒരു പ്രദേശം ഏതാണ്, ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇതിലാദ്യം നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഏതൊക്കെയാണ് പേരുകളിലാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്നാണ് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ 1857 റിവോൾട്ട് എന്നാ സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് വർഷം ചോദിക്കുകയാണെങ്കിൽ 1857 തന്നെയാണ്. അതുപോലെ തന്നെ മാസം ഡേറ്റും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1857 മെയ് 10 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ്? 1857 മെയ് 10 അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? മീററ്റിലാണ്. മീററ്റ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഇത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വേറൊരു പേര് നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലേ, എന്താണ്? മംഗൾ പാണ്ഡെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു വാറിൽ നമ്മുടെ 1857 റിവോൾട്ടിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? മംഗൾ പാണ്ഡെയാണ്. അപ്പം മംഗൾ പാണ്ഡെയാണ് ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഒക്കെ എന്നിലാണ് നമുക്ക് തുടങ്ങുന്നത് അല്ലേ? ഒന്ന് എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. മെയ് 10 1857 സ്റ്റാർട്ട് ചെയ്ത ദിവസം വർഷമൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വീണ്ടും എന്താണ്? മീററ്റിലാണ് ആദ്യം തന്നെ ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അതുപോലെ വീണ്ടും വരുന്നത് മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ എന്താണ്? 1857 റിവോൾട്ടിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് കാരണങ്ങൾ ഇത്തരത്തിലുള്ളൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഏതാണ് ഈ ഒരു കലാപങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്, എക്കണോമിക് പരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, മിലിറ്ററി കോസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സോഷ്യൽ ആയിട്ടുള്ള കാരണങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസസ്. എന്താണ്? പെട്ടെന്ന് ഉണ്ടാവാനുള്ളൊരു കാരണമാണ് നമ്മൾ എപ്പോഴും 1857 റിവോൾട്ടിൻ്റെ കാരണം എന്ന് പറയപ്പെടുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു സ്ലൈഡിൽ നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ കോസസ് ആണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ തന്നെ നമുക്ക് ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കാണാം ലോർഡ് ഡെൽഹൌസീസ് പോളിസി അല്ലേ? ലോർഡ് ഡെൽഹൌസീൻ്റെ എന്തോ ഒരു പോളിസി ഉണ്ട്. എന്താണ്? ഡോക്ട്രിൻസ് ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദത്തവകാശ നിരോധന നിയമം.
ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണാധികാരികൾ അവർക്ക് ഭരണം പിന്നീട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെയായിരിക്കും? അവരുടെ അനന്തരാവകാശികളായിരിക്കും അല്ലേ. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ ഇല്ലാതിരുന്ന സമയത്ത് അവരെന്താണ് ചെയ്യുക? ദത്തെടുക്കും. വേറൊരാളെ ദത്തെടുത്തിട്ട്, കുട്ടികൾ ആരെങ്കിലും ദത്തെടുത്തിട്ട് അവരായിരിക്കും പിന്നീട് ഇവരുടെ കാലശേഷമോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഭരണത്തിൻ്റെ ആ ഒരു കാലാവധി കഴിഞ്ഞതിന് ശേഷം അവരായിരിക്കും പിന്നീട് എന്ത് ചെയ്യുക? തുടർ ഭരണം നടത്തുക. അപ്പം ഇത്തരം ഒരു ദത്തെടുത്തതിൻ്റെ ശേഷം അവർക്ക് ഭരണം കൊടുക്കുന്ന ഒരു രീതി പണ്ട് കാലത്തുണ്ടായിരുന്നു. പക്ഷേ ലോർഡ് ഡെൽഹൌസി എന്ത് ചെയ്യാണ്? അത്തരത്തിലുള്ള ഡോക്ട്രിൻസ് ഓഫ് ലാബ്സ് എന്ത് ചെയ്യാണ്? അത്തരം ഒരു ദത്തവകാശ നിരോധന നിയമം എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കുകയാണ്. അതായത് ആ ഒരു ദത്തവകാശം അവർ ദത്തെടുത്ത് ആ ഭരണം അവർക്ക് കൊടുക്കരുത് എന്നുള്ള രീതിക്കാണ് ഡോക്ട്രിൻസ് ഓഫ് ലാബ്സ് കൊണ്ടുവരുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ എന്താണ് ചെയ്യുക? ആർക്കാണ് ബെനിഫിറ്റ്? അതെ, ബ്രിട്ടീഷുകാർക്ക് തന്നെയാണ് ബെനിഫിറ്റ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പ്രദേശത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു പ്രദേശത്ത് അവിടുത്തെ ഭരണാധികാരിക്ക് എന്തില്ല, പിന്നീട് നമുക്ക് ഈ ഒരു ഭരണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു അനന്തരാവകാശം ഇല്ല. അപ്പം അത്തരം ഒരു സാഹചര്യം വരുമ്പം ഈ ഡോക്ട്രിൻസ് ഓഫ് ലാബ്സ് അവിടെ നടപ്പിലാക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഒരു പ്രദേശം, അതായത് ഭരണാധികാരികൾ ഇല്ലാത്തൊരു പ്രദേശം അവരെന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അവർക്ക് അവരുടെ കീഴിലായിരിക്കും ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ. അപ്പം ബെനിഫിറ്റ് ആർക്കാണ്? ബ്രിട്ടീഷേഴ്സിനാണ്. അപ്പം ഈ ഒരു പ്രദേശങ്ങൾ ആർക്കാണ് നഷ്ടപ്പെടുന്നത്? അന്നത്തെ ഭരണാധികാരികൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? ഈ ലോർഡ് ഡെൽഹൌസി ഡോക്ട്രിൻസ് ഓഫ് ലാബ്സ് എന്നിട്ടുള്ളൊരു നിയമം അവിടെ കൊണ്ടുവരികയാണ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം ഇത് സ്വാഭാവികമായിട്ടും ആർക്കാണ് പ്രശ്നമായിട്ട് മാറുക? അതെ, സ്വാഭാവികമായിട്ടും അന്നത്തെ ഭരണാധികാരികൾക്ക് ഇതൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? ഇത്തരം ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാരണം വരുമ്പോൾ അവരെന്ത് ചെയ്യാണ്? ബ്രിട്ടീഷേഴ്സിനെതിരെ തിരിയാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അവരുടെ ഉള്ളിലും ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റാണി ഓഫ് ഝാൻസി ലക്ഷ്മി ബായ് വാസ് നോട്ട് അലൗഡ് ടു മേക്ക് ഹെയർ അഡോപ്റ്റഡ് സൺ എ ലീഗൽ ഹെയർ. അപ്പം ഇത്തരം ഒരു ഡോക്ട്രിൻസ് ഓഫ് ലാബ്സ് വന്നപ്പം നമ്മുടെ ഝാൻസിയിലെ റാണിയായിട്ടുള്ള റാണി ലക്ഷ്മി ബായിക്ക് അഡോപ്റ്റഡ് ആയിട്ടുള്ള സണ്ണിനെ ഈ ഒരു ലീഗൽ ഹെയർ ആയിട്ട് കൊണ്ടുവരാനും സാധിച്ചില്ല. അപ്പം അത്തരം ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് എന്ത് വന്നിട്ടുണ്ടായിരിക്കും? പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ നമ്മളിപ്പം റാണി ലക്ഷ്മിബായിയുടെ കാര്യം പറഞ്ഞു അല്ലേ, അതുപോലെ തന്നെ നാനാ സാഹിബ് ദ അഡോപ്റ്റഡ് സൺ ഓഫ് പേഷ്വ ബാജിറാവ് സെക്കൻഡ്. പേഷ്വ ബാജിറാവ് സെക്കൻഡിൻ്റെ അഡാപ്റ്റഡ് സണ്ണാണ് ആര്? നാനാ സാഹിബ്. അപ്പം നമ്മൾ ഇനി വരുന്ന ഓരോ കാര്യങ്ങൾ നാനാ സാഹിബിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നാനാ സാഹിബ് എന്ന് പറയുന്നത് പേഷ്വ ബാജിറാവ് സെക്കൻഡിൻ്റെ അഡോപ്റ്റഡ് സണ്ണാണ്. അപ്പം നാനാ സാഹിബിനും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കണ്ടിന്യൂസ് ആയിട്ട് റൂൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഈ ഡോക്ട്രിൻസ് ഓഫ് ലാബ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നാനാ സാഹിബിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അതെ, പേഷ്വ ബാജിറാവ് സെക്കൻഡിൻ്റെ അഡോപ്റ്റഡ് സണ്ണാണ്. അപ്പോൾ ഈ ഡോക്ട്രിൻസ് ഓഫ് ലാബ്സ് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ നാനാ സാഹിബിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഭരണത്തിൽ തുടരാൻ പറ്റുന്നില്ല. അപ്പം അത്തരം കാര്യങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ അവർക്കൊരു വിരോധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതും എന്തിലേക്ക് നയിക്കുകയാണ്? ഇതൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉടലെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതും പൊളിറ്റിക്കൽ കേസസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഓരോ പ്രശ്നങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ സ്ലൈഡിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലേക്ക് ഈ ബ്രിട്ടീഷുകാർ എന്തിനാണ് വന്നിട്ടുണ്ടായിരുന്നേ? അതെ, നമ്മുടെ നാട്ടിൽ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് എന്നുള്ള മുഖേന വന്നിട്ട് അവരെന്ത് ചെയ്യുകയാണ്? നമ്മുടെ ഇന്ത്യയിലെ ഓരോ ടെറിട്ടറീസും പിടിച്ചടക്കാൻ വേണ്ടി തുടങ്ങിയല്ലേ. അപ്പം നമുക്കറിയാം അവരെപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്? ചൂഷണം ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ കച്ചവടത്തിന് വരികയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭരണാധികാരികളായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് പിന്നീട് അവരെന്താ ചെയ്തിട്ടുള്ളത്? ഓരോ ഭാഗങ്ങളും പിടിച്ചടക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം അതുപോലെ തന്നെ ഡ്രെയിനഡ് ഇന്ത്യ ഓഫ് ഓൾ വെൽത്ത്, അതായത് ഇന്ത്യയിലെ എല്ലാ വെൽത്തും കാര്യങ്ങളും അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അതെ, പിടിച്ചടക്കാൻ, ചൂഷണം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് നമ്മൾ കുറച്ച് ആദ്യത്തെ കാലത്തൊന്നും നമുക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നീടാണ് നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയത്. കാരണം നമ്മുടെ ഓരോ വെൽത്തും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ പ്രദേശങ്ങളും ഇങ്ങനെ പോയാൽ നമുക്ക് ശരിയായില്ല, അവരെല്ലാവരും പിടിച്ചടക്കുകയാണെന്നുള്ളൊരു ബോധം ജനങ്ങൾക്കിടയിൽ വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് ഈ ഒരു എക്കണോമിക് കോസസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അവർ ക്യാഷ് ക്രോപ്സ് ഒക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടി, അതായത് ക്യാഷ് ക്രോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫാമേഴ്സിന് എന്ത് ചെയ്യാണ്?
ഫോഴ്സ് ചെയ്യാണ്. അങ്ങനെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയോടുകൂടി തന്നെ ഈ ഫാമേഴ്സിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ഷോർട്ടേജ്, അതുപോലെ തന്നെ ക്ഷാമം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഫാമേഴ്സിനും ഇതൊരു പ്രശ്നമായിട്ട് വന്നു. കാരണം നമ്മളെ അവർ ചൂഷണം ചെയ്യുകയാണ്, നമുക്കാണെങ്കിൽ ഒരു തരത്തിലുള്ള ബെനിഫിറ്റോ കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ളത് അവരുടെ ഉള്ളിലും ബോധം വരാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ജോലിയൊക്കെ നഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ഇവരും ചിന്തിക്കാൻ തുടങ്ങുന്നത്, ഈ ഒരു പ്രശ്നം ഇവർക്കെതിരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നല്ല രീതിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു റിവോൾട്ട് തുടങ്ങണം എന്നുള്ളൊരു ബോധം എല്ലാ ജനങ്ങൾക്കിടയിലും വളരാൻ വേണ്ടി തുടങ്ങിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മിലിറ്ററി കോസസ് എന്തൊക്കെയാണെന്നാണ്. മിലിറ്ററി കോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മൻസ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ആൻഡ് ദി ഇന്ത്യൻസ്. അതായത് ഇന്ത്യൻസ് മിലിറ്ററിയിൽ നമുക്കറിയാം അന്നത്തെ കാലത്ത് 1857 റിവോൾട്ടിൽ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷേഴ്സാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പം ഇന്ത്യയിലെ ജനങ്ങളും അതുപോലെ തന്നെ ബ്രിട്ടീഷിലെ ജനങ്ങളും എന്തിലുണ്ടായിരുന്നു, അവരുടെ ആ ഒരു ബ്രിട്ടീഷ് ഫോഴ്സിലുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ കൊടുത്തിട്ടുണ്ടായിരുന്നത്? അല്ല, ഒട്ടുമല്ല. കാരണം ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആര്? ഇന്ത്യൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷേഴ്സിനായിരിക്കും ഹൈ പൊസിഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ബ്രിട്ടീഷ് മിലിറ്ററിയിലുള്ള ആൾക്കാർക്കായിരിക്കും ഹൈ പൊസിഷൻസ്, ഹൈ സാലറി, അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആർക്കാണ്? ബ്രിട്ടീഷേഴ്സിനാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻസിന് എന്ത് ചെയ്യില്ല, കൊടുക്കില്ല. അതിൽ ചിലപ്പോൾ അവർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രിട്ടീഷേഴ്സ് ആയിട്ടുള്ള അവരുടെ കൂടെ നിൽക്കുന്ന ചില ഇന്ത്യൻസ് ഉണ്ടായിരിക്കും. കാരണം അവർക്ക് ബ്രിട്ടീഷേഴ്സിന് ഈ ഇന്ത്യൻസിനെ കൊണ്ട് ഉപകാരങ്ങൾ മാത്രമേ കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. അങ്ങനെ പരിമിതമായിട്ടുള്ള ചില ആളുകളുണ്ട്. അവരൊരു പ്രശ്നത്തിന് ഇടയാൻ പാടില്ല എന്ന് വെച്ചിട്ട് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നല്ലാതെ ഇന്ത്യൻസിനെ ഒട്ടാകെ എന്ത് ചെയ്തിട്ടില്ല, നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പം അത്തരം ഒരു ഡിസ്ക്രിമിനേഷൻ വരുമ്പോൾ ഇവർക്കിടയിൽ എന്ത് വരും? പ്രശ്നങ്ങൾ വരും. സ്വാഭാവികമായിട്ടും ആരെ എതിർക്കും? ഇന്ത്യൻസിലുള്ള ഈ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് വരും. അപ്പം ഇതും ഒരു കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ലെസ് സാലറീസ് അല്ലേ, സാലറി കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ആർക്ക് കൊടുക്കുക? ഇന്ത്യൻസിന് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള പ്രൊമോഷനോ കാര്യങ്ങളോ ആർക്ക് കൊടുക്കില്ല? ഇന്ത്യൻ മിലിറ്ററിയിലുള്ള ആൾക്കാർക്ക് കൊടുക്കില്ല. ഇതും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ് ഫോഴ്സ് ടു ട്രാവൽ അക്രോസ് ദ സീ. അത് ഈ കടലുകളൊക്കെ കടന്നിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ, അതായത് അവരോട് ഫോഴ്സ് ചെയ്യാണ്, അവരെന്ത് ചെയ്യാണ്, അത്തരം ഒരു സ്ഥലങ്ങളിലേക്ക് പോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യാണ്. പക്ഷെ അതും ആർക്കായിരിക്കും? ബ്രിട്ടീഷേഴ്സിനാണോ? അല്ല, സ്വാഭാവികമായിട്ടും ആർക്കാ കൊടുക്കുക? അതെ, ഇന്ത്യൻസിന് തന്നെ ആയിരിക്കും. അവർ ഫോഴ്സ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം എന്ത് ചെയ്യാണ്, പ്രശ്നങ്ങളായിട്ട് വരികയാണ്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് അവരുടെ വീടുകൾ വിട്ടിട്ട്, ഇത് കണ്ടോ, ദ സിപ്പായ്സ് വെർ റിക്വയർഡ് ടു സെർവ് ഇൻ ഏരിയാസ് വേ ഫ്രം ദെയർ ഹോംസ് വിത്തൗട്ട് പേയ്മെൻറ്റ്. അതായത് അവരുടെ വീട് വിട്ടിട്ട് ഇന്ത്യൻസിനോട് പറയാണ്, നിങ്ങളുടെ വീട് വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ടല്ല, ബ്രിട്ടീഷേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് ഒരു തരത്തിലുള്ള പേയ്മെൻറ്റോ സാലറിയോ കാര്യങ്ങളൊന്നും കൊടുക്കില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കിളകും? നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയിലുള്ള ആൾക്കാർക്ക്. അവർക്ക് അപ്പോഴാണ് മനസ്സിലാവാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം ഇതും ഒരു കാരണമായിട്ട് ബ്രിട്ടീഷേഴ്സിൻ്റെ ഈ 1857 റിവോൾട്ടിലേക്ക് നയിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് സോഷ്യൽ കോസസ് ആണ് പറയുന്നത്. സോഷ്യൽ കോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിലീജിയസ് ആയിട്ടും അതുപോലെ തന്നെ ഇന്ത്യയിലെ കസ്റ്റംസ്, ഒരുപാട് കസ്റ്റംസ് ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. റിലീജിയസ് ആയിട്ടുള്ള അതേപോലെ തന്നെ സോഷ്യൽ കസ്റ്റംസ്, ഈ കാര്യങ്ങളൊക്കെ എന്തുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, കൈ കടത്താൻ തുടങ്ങി. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ അച്ഛൻ, അമ്മ, കുട്ടികൾ, ഈ അടങ്ങുന്ന ഒരു ഫാമിലിയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നതിൽ പുറത്ത് നിന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പേര് വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഇടപെടുകയാണ്. അവർ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല, സ്വാഭാവികമായിട്ടും നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള റിലീജിയസ് പരമായിട്ടുള്ള കസ്റ്റംസ് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലേക്ക് ബ്രിട്ടീഷേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ അന്നത്തെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെ പ്രശ്നം വരുമ്പോൾ അതും എന്താണ്, ഒരു സോഷ്യലായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ ചില സോഷ്യൽ ഈവിൾസൊക്കെ ഇവിടെ ഇടപെട്ടിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ സതി പോലെയുള്ള
സതി അല്ലേ 1829. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷേഴ്സ് വന്നതോട് കൂടിയിട്ട് നിർത്തലാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ തന്നെ റിലീജിയസ് പരമായിട്ടുള്ള അതുപോലെ തന്നെ സോഷ്യൽ കസ്റ്റംസും ഈ കാര്യങ്ങളിൽ ബ്രിട്ടീഷേഴ്സ് ഇൻ്റർഫിയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഈ ഇന്ത്യൻസിൽ ഇതൊരു പ്രശ്നമായിട്ട് മാറാൻ വേണ്ടി തുടങ്ങിയത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ സ്ലൈഡിലൊക്കെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ? പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, മിലിറ്ററി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് കാലങ്ങളിലെ നമ്മളിങ്ങനെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതൊക്കെ കുറച്ച് കാലം എടുത്തു, കുറച്ച് സമയം എടുത്തു നമ്മളിലേക്കൊക്കെ ഒരു പ്രശ്നമായിട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ 1857 റിവോൾട്ടിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പെട്ടെന്നുണ്ടായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. അപ്പം അന്നത്തെ കാലത്ത് ഒരു പ്രശ്നം വരികയാണ്, അല്ലെങ്കിൽ അന്നത്തെ ഒരു മിലിറ്ററി ഫോഴ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് ബ്രിട്ടീഷേഴ്സ് പുതിയൊരു തരത്തിലുള്ള തോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എൻഫീൽഡ് തോക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടിച്ചു തുറക്കേണ്ട തോക്കുകളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു റൂമർ പരക്കുകയാണ്, ഒരു കിംവദന്തി പരക്കുകയാണ്. എന്ത്? അവരുപയോഗിക്കുന്ന തിരകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ തോക്കിൽ ഉപയോഗിക്കുന്ന തിരകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊഴുപ്പടങ്ങിയിട്ടുള്ള എന്തിൻ്റെയാണ്? പശുവിൻ്റെതും അതുപോലെ തന്നെ പന്നിയുടെയും കൊഴുപ്പടങ്ങിയിട്ടുള്ള തോക്കുകളാണ് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നതെന്നുള്ള ഒരു റൂമർ നാടൊട്ടാകെ പരക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മിലിറ്ററിയിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഹറാമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏത്? ഈ ഒരു കൊഴുപ്പ്, പശുവിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ പന്നിയുടെ ആയിട്ടുള്ള കൊഴുപ്പുകളൊക്കെ. അപ്പം ഇതൊരു പ്രശ്നമായിട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ഉണ്ടായിരുന്ന മിലിറ്ററി ഫോഴ്സിൽ ഉണ്ടായിരുന്ന ആളുകൾ പ്രശ്നം ഉണ്ടാക്കൂലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങിയപ്പം ഇതും എന്തായി? ഇതും ഒരു കാരണമായിട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അന്നത്തെ മിലിറ്ററി ഫോഴ്സിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു നമ്മുടെ മംഗൽ പാണ്ഡെ എന്ന് പറയപ്പെടുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ തന്നെ മംഗൽ പാണ്ഡെ എന്ത് ചെയ്യാൻ തുടങ്ങി? അദ്ദേഹത്തെ കൊന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയപ്പെടുന്നത് 1857 റിവോൾട്ടിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? മംഗൽ പാണ്ഡെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യമാണ് സെൻറ്റേഴ്സ് ഓഫ് റിവോൾട്ട്. സെൻറ്റേഴ്സ് ഓഫ് ദ റിവോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ സമയത്ത് നമ്മൾ പറഞ്ഞു കേന്ദ്രീകൃതമായിട്ട് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരു പ്രദേശത്ത് മാത്രമല്ല ഈ ഒരു 1857 റിവോൾട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ പല പ്രദേശത്ത് പൊട്ടിപ്പുറപ്പെടുകയാണ് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ സെൻറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു 5 പറയാനുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു PSCയുടെ 4ാം തീയതി നടന്നിട്ടുള്ള ഒരു PSCയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യന്. അതായത് ഈ ഒരു സെൻറ്റേഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെൻറ്റേഴ്സിലുള്ള റൂളേഴ്സ് ആരൊക്കെയാണെന്ന് അവർ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റാക്കി നമ്മൾ എഴുതണമായിരുന്നു. അപ്പോൾ അതാ പറഞ്ഞത്, പല PSC ക്വസ്റ്റ്യനിലും അതുപോലെ തന്നെ കേട്ടതിന് മാത്രമല്ല പല PSC ക്വസ്റ്റ്യനിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1857 റിവോൾട്ടിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൻറ്റേഴ്സ് ഓഫ് ദി റിവോൾട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മളൊരു 5 സെൻറ്റേഴ്സ് പറയുന്നുണ്ട്. ആദ്യത്തെ സെൻറ്റർ എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഭക്ത് ഖാനും അതുപോലെ തന്നെ ബഹദൂർ ഷാ സെക്കൻഡും ആണ്. ഇത് ബഹദൂർ ഷാ സെക്കൻഡാണ് കേട്ടോ. ഭക്ത് ഖാനും ഡൽഹിയിലുള്ളതാണ്. ഭക്ത് ഖാനും അതുപോലെ തന്നെ ബഹദൂർ ഷാ സെക്കൻഡും ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കാൺപൂറിലാണ്. കാൺപൂറിൽ നാനാ സാഹിബാണ്. നമ്മൾ നാനാ സാഹിബ് ആരുടെ ദത്തുപുത്രനാണെന്നാണ് പറഞ്ഞേ? പേഷ്വ ബാജിറാവ് സെക്കൻഡിൻ്റെ ദത്തുപുത്രനായിരുന്നു ആര്? നാനാ സാഹിബ്. അപ്പം നാനാ സാഹിബ് എവിടെയാണ്? കാൺപൂറിലാണ്. ഇനി നെക്സ്റ്റ് ലക്നൗ ആണ്. ലക്നൗവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൗവിൽ ബീഗം ഹസ്രത്ത് മഹലാണ് റൂളറായിട്ടുണ്ടായിരുന്നത്. ഇനി ഝാൻസി. ഝാൻസി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നതാണല്ലേ. ഝാൻസിയിൽ ആരാണ്? ഝാൻസിയിൽ റാണി ലക്ഷ്മി ബായി ആണ്. റാണി ലക്ഷ്മി ബായി ആണ് ഝാൻസിയിൽ ഉണ്ടായിരുന്ന റൂളർ എന്ന് പറയുന്നത്. ഇനി ഹാര അല്ലെങ്കിൽ ബീഹാർ. ബീഹാറിൽ ആരാണ്? കൺവർ സിംഗ് ആണ്. ബീഹാറിൽ കൺവർ സിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മൾ മറക്കാൻ പാടില്ല. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും ഉറപ്പായിട്ടും വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ സെൻറ്റേഴ്സ് ഓഫ് ദ റിവോൾട്ട് എന്ന് പറയുന്നത് ഡൽഹിയിൽ ആരാണ്? ഡൽഹിയിൽ ഭക്ത് ഖാൻ ആൻഡ് ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ചിലപ്പം ആരെങ്കിലും ഒരാളുടെ പേരായിരിക്കും കൊടുക്കുക. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ബഹദൂർ ഷാ സെക്കൻഡ് ആയിരിക്കും കേട്ടോ. അതുപോലെ കാൺപൂറിൽ ആരാണ്? നാനാ സാഹിബാണ്. പേഷ്വ ബാജിറാവ് സെക്കൻഡിൻ്റെ ദത്തുപുത്രൻ ആരാണെന്ന് പറഞ്ഞാൽ ആരാണ്? നാനാ സാഹിബാണ്.
നെക്സ്റ്റ് ലക്നൗ ആണ്. ലക്നൗവിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മി ബായി ആണ്. ഹാര അല്ലെങ്കിൽ ബീഹാറിൽ ആരാണ്? കൺവർ സിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ മറക്കാണ്ട് പഠിക്കണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് ഈ ഒരു റിവോൾട്ട് ഉണ്ടാക്കാനുള്ള അതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരുന്നു എന്നാണ് നോക്കുന്നത്. നമ്മൾ പറയുകയാണ് ഏറ്റവും കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നം എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യാണ്, ആദ്യത്തെ ഒരു സമയം വരെ ബ്രിട്ടീഷേഴ്സിനെ അടിച്ചമർത്താൻ വേണ്ടി ആർക്ക് പറ്റിയിട്ടുണ്ട്? ഈ ഒരു കലാപത്തിന് പറ്റിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് അവർ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുന്നതും ഇന്ത്യൻ മിലിറ്ററിയിലുള്ള ചില ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യാണ്, അവർ ഈ ഒരു 1857 റിവോൾട്ട് അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ്ലി സപ്രസ്ഡ് ആൻഡ് ക്രൂഷഡ് ബൈ ജൂലൈ 1858. ഒരു കൊല്ലം കഴിഞ്ഞ് 1857 പറഞ്ഞു. 1858 ആകുമ്പോഴത്തേന് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ്ലി ഇത് അവർ ബ്രിട്ടീഷേഴ്സ് ഈ ഒരു 1857 റിവോൾട്ട് അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബഹദൂർ ഷാ സഫറൊക്കെ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷേഴ്സിന്റെ കീഴിൽ സറണ്ടർ ചെയ്യേണ്ട ഒരു അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇത് ഫെയിലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷേഴ്സ് അടിച്ചമർത്തിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഫെയിലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ലാക്ക് ഓഫ് പ്ലാനിങ്. ഒരു തരത്തിലുള്ള നമ്മൾ പറഞ്ഞു അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്തില്ല, ഒരു കറക്റ്റായിട്ടുള്ളൊരു കേന്ദ്രീകൃതമായിട്ടുള്ളൊരു പ്ലാനിങ് ഒന്നും നടന്നിട്ടില്ലായിരുന്നു. അപ്പം ഫെയിലിയർ ആയിട്ടുള്ള കാര്യം ലാക്ക് ഓഫ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്കുള്ളൊരു മിലിറ്ററി കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അതുപോലെ ഈ ബ്രിട്ടീഷേഴ്സിനോട് നേരിടാനുള്ള ആയുധങ്ങളോ കാര്യങ്ങളൊന്നും അന്നത്തെ കാലത്തുള്ള മിലിറ്ററി ഫോഴ്സിന് ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ നോ എഫക്റ്റീവ് ലീഡർഷിപ്പ്, നല്ലൊരു ലീഡറും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ലിമിറ്റഡ് റിസോഴ്സും കാര്യങ്ങളായിരുന്നു. പിന്നെ അതുപോലെ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ എന്തിലേക്ക് നയിച്ചു, ഇതൊരു ഫെയിലിയർ ആവാൻ വേണ്ടിയിട്ട് നയിച്ചിട്ടുണ്ടായിരുന്ന കാരണങ്ങളാണ്. ഈ നെക്സ്റ്റ് ഇതിൻ്റെ റിസൾട്ടാണ് ഈ റിവോൾട്ട് ഓഫ് 1857 റിസൾട്ട് എന്ന് പറയുന്നത് എൻഡ് ഓഫ് കമ്പനി റൂള്. അതുവരെ ഉണ്ടായിരുന്ന ഒരു കമ്പനി റൂൾ എന്ത് ചെയ്യാണ്, എൻഡ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ദ റിവോൾട്ട് മാർക്കഡ് ദ എൻഡ് ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് റൂൾ ഇൻ ഇന്ത്യ. അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാണ്, ഈ ഒരു റിവോൾട്ടോട് കൂടിയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള റൂൾ ആർക്ക് വരികയാണ്, ബ്രിട്ടീഷേഴ്സിൻ്റെ കീഴിൽ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു റൂള് വരുന്നുണ്ട്. ഡയറക്റ്റ് റൂൾ ഓഫ് ദി ബ്രിട്ടീഷ് ക്രൗൺ. അവരുടെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള റൂളാണ് അന്ന് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ റിലീജിയസ് ടോളറൻസും ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് വരുന്നുണ്ട്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ച് ആണ്. അതുവരെ ഉണ്ടായിരുന്നത് ദ ഗവർണേഴ്സ് ജനറൽസ് ഓഫീസ് വാസ് റീപ്ലേസ്ഡ് ബൈ ദാറ്റ് ദ വൈസ്രോയ്. അതുപോലെ ഗവർണർ ജനറൽസ് ആയിരുന്നു, പിന്നീട് എന്തിലേക്ക് മാറുകയാണ്, ആ ഒരു ഓഫീസ് വൈസ്രോയിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡോക്ട്രിൻസ് ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ഒരു ഡോക്ട്രിൻസ് ഓഫ് ലാബ്സ് ഒക്കെ അബോളിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിലിറ്ററി റീഓർഗനൈസേഷൻ ആണ്. ഈ ബ്രിട്ടീഷേഴ്സിന് എന്ത് ചെയ്യാണ്, the ratio of British officers to Indian soldiers increased, but the armory remained in the hands of the English. അവർ ഒരു റേഷ്യോ ഉണ്ടായിരുന്നെങ്കിലും എന്ത് ചെയ്യാണ്, പ്രശ്നങ്ങൾ കൂടുതലും ഇന്ത്യൻ ആൾക്കാർക്ക് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന കാര്യം, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് ബുക്സ് റിട്ടൺ ഓൺ ദി റിവോൾട്ട് ഓഫ് 1857. 1857 റിവോൾട്ടിനെ കുറിച്ച് ഒരുപാട് ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കുകളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനുള്ളത്. വെച്ചാൽ ആദ്യം തന്നെ വിനായക് ദാമോദർ സവർക്കർ, വി ഡി സവർക്കർ എഴുതിയിട്ടുള്ളൊരു ബുക്കാണ് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അതാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്ന ബുക്ക്, വി ഡി സവർക്കർ എഴുതിയ ബുക്കാണ്. ഇനി നെക്സ്റ്റ് പുരാൺ ചന്ദ് ജോഷി എഴുതിയിട്ടുള്ള ബുക്കാണ് റബല്യൻ 1857 എ സിംപോസിയം. ആരാണ് എഴുതിയിട്ടുള്ളത്, പുരാൺ ചന്ദ് ജോഷിയാണ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ജോർജ് ബ്രൂസ് മല്ലേസൺ എഴുതിയിട്ടുള്ള ബുക്കാണ് ദ ഇന്ത്യൻ മ്യൂട്ടനി ഓഫ് 1857. ഏതാണ് ബുക്ക്, ദ ഇന്ത്യൻ മ്യൂട്ടനി ഓഫ് 1857. നെക്സ്റ്റ് ദ ഗ്രേറ്റ് മ്യൂട്ടനി എന്നിട്ടുള്ള ബുക്ക് എഴുതിയിട്ടുള്ള ആരാണ്, ക്രിസ്റ്റഫർ ഹിബർട്ട് ആണ് ദ ഗ്രേറ്റ് മ്യൂട്ടനി എന്നിട്ടുള്ള ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റ് ഇക്ബാൽ ഹുസൈൻ എഴുതിയിട്ടുള്ള ബുക്കാണ് റിലീജിയൻ ആൻഡ് ഐഡിയോളജി ഓഫ് ദ റെബൽസ് ഓഫ് 1857.
ആരാണ് എഴുതിയിട്ടുള്ളത്? ഇക്ബാൽ ഹുസൈൻ ആണ്. റിലീജിയൻ ആൻഡ് ഐഡിയോളജി ഓഫ് ദ റെബൽസ് ഓഫ് 1857. അപ്പം ബുക്സുകളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഈ ഒരു 5 ബുക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എഴുതിയത് VD സവർക്കർ ആണ്. റെബല്യൻ 1857 എ സിംബോസിയം എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത് പുരാൺ ചന്ദ് ജോഷിയാണ്. ദ ഇന്ത്യൻ മ്യൂട്ടനി ഓഫ് 1857 എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത് ജോർജ് ബ്രോസ് മല്ലേസൺ ആണ്. ഗ്രേറ്റ് മ്യൂട്ടനി എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആ ബുക്ക് എഴുതിയിട്ടുള്ളത് ആരാണ്? ക്രിസ്റ്റഫർ ഹിബേർട്ട് ആണ്. റിലീജിയൻ ആൻഡ് ഐഡിയോളജി ഓഫ് ദ റെബൽസ് ഓഫ് 1857 എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത് ഇക്ബാൽ ഹുസൈൻ ആണ്. അപ്പം ഈ ഒരു ബുക്കുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരാണ് എഴുതിയതെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതാണ് നമ്മുടെ 1857 റിവോൾട്ട് എന്ന് പറയുന്ന ഭാഗം. നിങ്ങൾ നന്നായിട്ട് ഈ ഒരു ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതാണ്? ദ റിവോൾട്ട് ഓഫ് 1857 എന്നുള്ള ഭാഗമാണ്. 1857 കലാപത്തെക്കുറിച്ചാണ്, അതിൻ്റെ കാരണങ്ങൾ, അതുപോലെ തന്നെ നേതാക്കൾ ആരൊക്കെയാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് ഏതൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്